ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോംക്യൂനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ്സ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക് വരെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റാക്കി ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ്സ് ഇൻ ഇന്ത്യ നമ്മൾ നോക്കിയിരുന്നു. ഇനി ഗ്രാസ് ലാൻഡ്സിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്താണ്? ദ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ആർ ഫോളോസ്. അബയോട്ടിക് കമ്പോണൻറ്റ്, ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലെ സോയിലിൽ പ്രസൻ്റ് ആയിട്ട് വരുന്ന ന്യൂട്രിയൻസും അതുപോലെ ആ എൻവയോൺമെൻറ്റുമാണ് അബയോട്ടിക് കമ്പോണൻ്റായിട്ട് വരുന്നത്. കൂടാതെ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ, hydrogen, nitrogen, oxygen, etc. are supplied by water and carbon dioxide, nitrogen, nitrates, sulfates, phosphates, etc. present in the soil of the area and atmosphere. അപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സോയിലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ന്യൂട്രിയൻസ്, ആ ഏരിയൽ എൻവയോൺമെൻറ്റ് എലോങ് വിത്ത് അവിടുത്തെ പ്ലാന്റ്സിനും അതായത് അവിടുത്തെ വെജിറ്റേഷനും വാട്ടർ സപ്ലൈ ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. കൂടാതെ ആ സോയിലിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് തുടങ്ങിയവയും ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് കമ്പോണൻറ്റ്സ് ആണെന്ന് പറയാം. അടുത്ത് ബയോട്ടിക് കമ്പോണൻറ്റ്. ബയോട്ടിക് കമ്പോണൻറ്റ് ഓഫ് എ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ഹാസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ദ 3 ഫങ്ഷണൽ ഓർ മെറ്റബോളിക് ഗ്രൂപ്പ്സ് വിച്ച് മേ ബി കാറ്റഗറൈസ്ഡ് ആസ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഫൈനലിസ്റ്റ് ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസർ ഓർഗാനിസംസ്, ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഗ്രാസസ് ആയിരിക്കും. കൂടാതെ ഫോബ്സ്, ഷ്രബ്സ് തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ പ്രൈമറി പ്രൊഡക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കാറ്റഗറി ഈസ് കൺസ്യൂമർ ഓർഗാനിസംസ്. കൺസ്യൂമർ ഓർഗാനിസംസ് മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഉണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ് മെയിൻലി ഗ്രാസ് ഫീഡ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഹെർബിവോറസ് ഫീഡിങ് ഡയറക്റ്റ്ലി ഓൺ ഗ്രാസസ്, ഗ്രാസ് കഴിക്കുന്ന ആനിമൽസ്. ആ ഒരു കാറ്റഗറി ഓഫ് ആനിമൽസാണ് പ്രൈമറി കൺസ്യൂമേഴ്സിനകത്ത് വരുന്നത്. എക്സാമ്പിൾ കൗസ്, ബഫലോസ്, ഷീപ്പ്, ഗോട്ട്സ്, ഡീർ, റാബിറ്റ്സ് ഇവരൊക്കെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറി സെക്കൻഡറി കൺസ്യൂമേഴ്സ്, കാർണിവോറസ്. ദേ ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഫ്രോഗ്സ്, സ്നേക്സ്, ലിസർഡ്സ് ഇവരൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ദെൻ ഫൈനലിസ്റ്റ് ദ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ടെർഷ്യറി കൺസ്യൂമേഴ്സ് മെയിൻലി അവർ ആരെയാണ് കൺസ്യൂം ചെയ്യുന്നത്? സെക്കൻഡറി കൺസ്യൂമേഴ്സിനായിരിക്കും അവർ കൺസ്യൂം ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഹോക്കിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫൈനൽ വൺ ഇസ് ഡികമ്പോസേഴ്സ്. ഡികമ്പോസേഴ്സ് ആർ ദ സാപ്രോട്രോഫിക് organisms that are active in the decomposition of dead or decayed organic matter of different forms of higher life. Many species of fungi, bacteria, actinomycetes. So saprotrophic ആയിട്ടുള്ള ഓർഗാനിസംസ്, ഡെഡ് ആൻഡ് ഡിക്കേഡ് മാറ്ററിന് കൺസ്യൂം ചെയ്യുന്ന സാപ്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് തന്നെയാണ് നമ്മൾ ഡികമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഫഞ്ചായി, ബാക്ടീരിയ എന്നൊക്കെ പറയാം. Then grassland ecosystem has a wide variety of species of grasses and herbs. Some grass and herb species are more sensitive to excessive grazing and are suppressed if the area is overgrazed. So ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിന് ഒരുപാട് വെറൈറ്റിയിലുള്ള ഗ്രാസസും ഹെർബ്സും ഉണ്ട്. ചില ഗ്രാസ് ആൻഡ് ഹെർബ് സ്പീഷീസ് എക്സസീവ് ഗ്രേസിങ്ങിന് കൂടുതൽ സെൻസിറ്റീവാണ്. അപ്പോൾ കൂടുതലായിട്ട് ഗ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഗ്രേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രാസ് ആൻഡ് ഹെർബ് സ്പീഷീസ് എക്സ്റ്റെൻറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേഴ്സ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ റിപ്പീറ്റഡ് ഫയേഴ്സ് ആൻഡ് കെൻ നോട്ട് റീജനറേറ്റ്. എന്നാൽ ഈ ഫോറസ്റ്റ് ഫയേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസുള്ള ഗ്രാസസും ഈ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ വളർന്ന് കാണുന്നുണ്ട്. Then this overused or frequently burnt grasslands are degraded and plant species or diversity. So ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ഓവർയൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ബേൺഡ് ആയിട്ട് പോകുന്ന ഗ്രാസ് ലാൻഡ്സിന് എപ്പോഴും പോർ ക്വാളിറ്റി ആയിട്ട് poor ആയിരിക്കും അവിടുത്തെ പ്ലാന്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, then if our grasslands are destroyed, we'll lose a highly specialized ecosystem in which plants and animals have been adapted
with these particular habitat conditions over millions of years. So ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്രാസ് ലാൻഡ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ മാത്രം കാണപ്പെടുന്ന പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഉണ്ടായിരിക്കും. സോ അവ പെട്ടെന്ന് എക്സ്റ്റിൻറ്റ് ആയി പോകാനുള്ള കാരണമാകും. സോ ഇവയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാൻകൈൻഡിൻ്റെ ഒരു ഗ്രേറ്റ് ലോസാണ്. പുതിയ പുതിയ മെഡിസിൻസ് ഒക്കെ നമുക്ക് ഒരു പക്ഷേ ഈ വൈൽഡ് ഗ്രാസ് ലാൻഡ് പ്ലാന്റ്സിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇവയൊക്കെ എക്സ്റ്റിൻറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പുതിയ ഒരു ഡിസ്കവറിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ കിട്ടില്ല. ഓക്കെ, ഓൾ ദിസ് പോസിബിലിറ്റി വാസ് ലോസ്റ്റ് അലോങ് വിത്ത് ദ ലോസ് ഓഫ് ഗ്രാസ് ലാൻഡ്. സോ പുതിയ മെഡിസിൻസ് കണ്ടെത്തുക, അതുപോലെ ഈ എക്സ്റ്റൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുകയില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെസേർട്ട് ഇക്കോസിസ്റ്റം. സോ ഇത്രയും ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഡെസേർട്ട് ഇക്കോസിസ്റ്റത്തെ കുറിച്ചാണ്. ഡെസേർട്ട്സ് ലാൻഡ് ഏരിയയുടെ 17% ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. റെയിൻഫോൾ വളരെ കുറവായിരിക്കും. ഒരു വർഷത്തിൽ ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ റെയിൻഫോൾ. ഇവാപ്രേഷൻ റേറ്റും വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇവിടുത്തെ ഡേയ്സ് എന്ന് പറയുന്നത് ഹോട്ടും നൈറ്റ്സ് എന്ന് പറയുന്നത് കേൾഡും ആയിരിക്കും. ഓക്കെ, ദെൻ മേജർ ആയിട്ടുള്ള കുറച്ച് ഡെസേർട്ട്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സൗത്ത് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഡെസേർട്ട്സ്, ദെൻ മെക്സിക്കോ, കോസ്റ്റൽ ഏരിയാസ് ഓഫ് ചിലി ആൻഡ് പെറു, നോർത്ത് ആഫ്രിക്കയിലെ സഹാറ, ദെൻ നമ്മുടെ ഏഷ്യയിലെ താൾ, ഗോപി, ടിബറ്റ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡെസേർട്ട്സിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ദെൻ ഈ ഡെസേർട്ട്സ് കൂടുതലും റെയിൻ കുറവായിട്ട് മീൻസ് റെയിൻഫോൾ കുറവ് ഉണ്ടാകുന്ന, കുറഞ്ഞ് മാത്രം കിട്ടുന്ന ഈ ഡെസേർട്ട്സ് കൂടുതലും റെയിൻ ഷാഡോ ഏരിയാസിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സോയിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അബണ്ടൻറ്റ് ന്യൂട്രിയൻസ് ഉണ്ടാകും, പക്ഷേ ഓർഗാനിക് മാറ്റർ ഇല്ല. വെള്ളം എന്ന് പറയുന്ന ഒരേ ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി ഇവിടുത്തെ ഡെസേർട്ട്സിൻ്റെ സോയിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ട് മാറാൻ. ഇനി ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ നോക്കുകയാണെങ്കിലും ഒരുപാട് ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ഇവിടെ കാണാൻ പറ്റും. കാറ്റ്കി, കേഷ്യസി, ഫോർബിയ, സെക്യുലൻസ്, ഹാർഡി ഗ്രാസസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ദെൻ മാമൽസ്, ഫ്യൂ ലാർജ് മാമൽസ് അത് ലൈക്ക് കാറ്റ്സ്, റാബിറ്റ്സ്, ഫോക്സസ് തുടങ്ങിയവ കാണാൻ പറ്റും. അതുപോലെ ഡോമിനൻ്റ് ആനിമൽസ് ഓഫ് ഡെസേർട്ട്സ് ആൻഡ് നോൺ മെമ്മേലിയൻ വെർട്ടിബ്രേറ്റ്സ് സച്ച് ആസ് സ്നേക്സ്, റെപ്റ്റൈൽസ് തുടങ്ങിയവ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇൻസെക്ട് ഈറ്റിംഗ് ബേർഡ്സ് ലൈക്ക് സ്വിഫ്റ്റ്സ് ആൻഡ് സ്വാലോസും സീഡ് ഈറ്റിംഗ് ഡവ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എ ഡെസേർട്ട് ഇക്കോസിസ്റ്റം. ബയോട്ടിക് കമ്പോണൻറ്റ്സ്, പ്രൊഡ്യൂസേഴ്സ്, തോണി ബുഷസ്, ഗ്രാസസ്, a few trees, ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ ഡെസേർട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡ്യൂസർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ദെൻ സെക്യുലൻ പ്ലാന്റ്സ് ലൈക്ക് കാറ്റ്കസും ഡെസേർട്ടിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ മോസസും ലൈക്കൻസും ഒക്കെ പ്രൊഡ്യൂസർ ഓർഗാനിസംസിൽ വരുന്നതാണ്. കൺസ്യൂമർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, നൊക്ടോണൽ റോഡൻസ്, ബേർഡ്സ് ഒക്കെ ഇവിടെ ജീവിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ബേർഡ്സും ആനിമൽസും റെപ്റ്റൈൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവയും ഈ കൺസ്യൂമർ ഓർഗാനിസം കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ബെസ്റ്റ് അഡാപ്റ്റഡ് അനിമൽ ഓഫ് ഡെസേർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാമലാണ്. ഡീകമ്പോസിങ് ഓർഗാനിസംസിൽ മെയിൻലി വരുന്നത് തെർമോഫിലിക് ബാക്ടീരിയയും ഫഞ്ചൈയും ആണ്. ദെൻ അബയോട്ടിക് കമ്പോണൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡെസേർട്ടിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം കാണപ്പെടുന്ന ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറച്ച് ലാൻഡിലും ഏരിയയിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് അവിടുത്തെ അബയോട്ടിക് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെസേർട്ട് ഇക്കോസിസ്റ്റത്തെ കുറിച്ചുള്ളൊരു ഓവർവ്യൂ. അടുത്ത ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എക്വാട്ടിക് ആണ്. അതുപോലെ ഫ്രഷ് വാട്ടർ സിസ്റ്റംസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ്, പോൺസ്, ഇവിടത്തേക്ക് മറൈൻ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റം സ്റ്റെഗ്നൻ്റ് എക്കോസിസ്റ്റവും ആകാം, അതുപോലെ തന്നെ റണ്ണിങ് വാട്ടർ എക്കോസിസ്റ്റവും ആകാം. ദെൻ നമുക്ക് കുറച്ച് അക്വാട്ടിക് എക്കോസിസ്റ്റംസിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് പോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലേ. സ്മോൾ ബോഡി ഓഫ് സ്റ്റിൽ വാട്ടറാണ്. അവിടെ മൺസൂണിലും മാത്രമായിരിക്കും കൂടുതലും മിക്ക പോണ്ടുകളിലും. ടെമ്പററി പോണ്ട്സിൽ മൺസൂൺ സമയത്ത് മാത്രമാണ് വെള്ളം ഉണ്ടാകുന്നത്. ദെൻ മഴ മാറിക്കഴിയുന്ന സമയത്ത് ഈ പോണ്ട്സ്, അതായത് കുളങ്ങളൊക്കെ വറ്റിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
പോണ്ട് റെയിനി സീസണിൽ ഫില്ലാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ, ഡ്രൈ ഫേസിൽ അവർ ഡോർമൻ്റായിട്ട് പോണ്ടിൻ്റെ അതായത് ഫ്ലോറിലായിരിക്കും അവർ ഡോർമൻ്റായിട്ടിരിക്കുന്നത്. ഫില്ലാകുന്ന സമയത്ത് അവർ പുറത്തേക്ക് വരും. പോണ്ടിൻ്റെ ആ ഒരു ബെഡിൽ നിന്ന് പുറത്തേക്ക് വരും. ക്രാബ്സ്, ഫ്രോഗ്സ്, ഫിഷൊക്കെ തുടങ്ങിയ കോംപ്ലക്സ് അനിമൽസും തിരിച്ചു വരാറുണ്ട്. വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഈ താഴെ ഈ എന്താ പറയുന്ന മഡി ഫ്ലോറിലൊക്കെ വേരുറപ്പിച്ചിട്ട് പുറത്തേക്ക്, വെള്ളത്തിൻ്റെ പുറത്തേക്കൊക്കെ വന്ന് നിൽക്കുന്ന പൂക്കളൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവിടെ കൂടുതലായിട്ടും വളരുന്നത്. മൺസൂൺ സീസണിലാണ് കൂടുതലായിട്ട് പോണ്ട്സ് ഫില്ലാകുന്ന സമയത്ത് ഒരുപാട് ഫുഡ് ചെയിൻസ് ഫോം ചെയ്യാറുണ്ട്. ആൽഗെ, മൈക്രോസ്കോപ്പിക് ആനിമൽസ് കഴിക്കുന്നുണ്ട്. ദെൻ ഈ മൈക്രോസ്കോപ്പിക് ആനിമൽസിന് സ്മോൾ ഫിഷ് കഴിക്കുന്നു. ഫൈനലി ലാർജ് കാർണിവോറസ് ഫിഷിന് ഈ സ്മോൾ ഫിഷ് എന്താവുന്നു, ഫുഡായിട്ട് മാറുന്നു. ദെൻ ഈ ലാർജ് കാർണിവോറസ് ഫിഷിന് ഫൈനലി ബേർഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. എങ്ങനെ പോകുന്നു, ഒരു പോണ്ട് ഇക്കോസിസ്റ്റത്തിലെ ഫുഡ് ചെയിൻ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം. സെക്കൻഡ് ടൈപ്പ് ഇസ് സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്നത് ഫ്ലോയിങ് ഫ്രഷ് വാട്ടർ ബോഡീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ബയോസ്ഫിയറിക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ. കാരണം എന്താണ്, മേജർ ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദ ലാൻഡ് ടു സീ ഓർ ഓഷൻ. ഇപ്പോൾ നമ്മുടെ ലാൻഡിൽ നിന്നുള്ള മെറ്റീരിയൽസൊക്കെ കൂടുതലായിട്ടും ഈ ഓഷൻസിലൊക്കെ കൊണ്ടുപോകുന്നത് ഈ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ആണ്. ദെൻ ഈ സ്ട്രീംസിലും റിവേഴ്സിലും വളരുന്ന ഫ്ലോറയുടെയും ഫൗണയുടെയും കമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ റിവർ അല്ലെങ്കിൽ സ്ട്രീം ഒറിജിനേറ്റ് ആവുന്ന സോഴ്സിനെയും അതുപോലെ അവ പാസ് ചെയ്ത് പോകുന്ന ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റംസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലേക്ക്. ലേക്ക് എന്ന് പറയുന്നത് ഒരു ലാൻഡിന് ചുറ്റും സറൗണ്ട് ചെയ്ത് വരുന്നൊരു ബോഡി ഓഫ് വാട്ടറാണ് ലേക്ക് എന്ന് പറയുന്നത്. മെയിൻലി സോൾട്ട് ആകാം, അല്ലെങ്കിൽ സോൾട്ട് ആകാം, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ലേക്കും ആകാം. ദെൻ എങ്ങനെയാണ് ഒരു ലേക്ക് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഗ്ലേഷ്യർ ഫ്രണ്ടിലോട്ട് ഒരു ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഡീപ്പ് വാലി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഗ്ലേഷ്യർ മെൽറ്റ് ആകുന്ന സമയത്ത് ആ ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളം ഈ വാലിയിൽ ഫില്ലായി ഒരു ലേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ രീതിയിൽ ലേക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു റിവർ അതിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ദെൻ ഈ ലേക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് സർഫേസ് ക്രീച്ചേഴ്സാണ്. കാരണം കൂടുതലും ഈ ഡ്രൈ സീസണിൽ എന്ത് ചെയ്യും, ലേക്സ് വറ്റി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇവ ഷോർട്ട് ലിവ്ഡ് സർഫേസ് ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഓഷ്യൻ ആൻഡ് സീസ്. വേൾഡിൽ 70% വാട്ടറാണ്, 97% ഓഫ് വാട്ടറാണ്. എന്താണ് ഈ വേൾഡിൽ 70% വാട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ 97% ഓഷ്യൻസിലും സീസിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെതർ കണ്ടീഷൻസും അതുപോലെ വേൾഡിൻ്റെ ക്ലൈമറ്റ് മോഡറേറ്റ് ചെയ്യുന്നതിനും ഓഷ്യൻസിനൊരു മേജർ റോള് ഉണ്ട്. ദെൻ വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓഷ്യൻസ് ആൻഡ് സീസ് ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദേ ആർ സോൾട്ടി, റിവേഴ്സ് ആൻഡ് ലേക്സ് ആർ ഫ്രഷ് വാട്ടർ. When salty water from the ocean mixes with fresh water, a special place called an estuary is formed. So estuary എന്ന് പറയുന്നതാണ് ഒരു ലേക്കോ, ലേക്കും ദെൻ ഓഷനും തമ്മിൽ കണക്റ്റ് ആകുന്ന ആ ഒരു ഏരിയ. ഒരു ലേക്ക് ഒരു ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു റിവർ ആകാം, അത് ഓഷനുമായിട്ട് കണക്റ്റ് ആവുന്ന ആ ഒരു ഏരിയയാണ് എസ്റ്റുറി എന്ന് പറയുന്നത്. ദെൻ മേജർ ഓഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പസഫിക്, ദി അറ്റ്ലാന്റിക്, ദി ഇന്ത്യൻ ആൻഡ് ദി ആർട്ടിക്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഓഷൻസ് ആൻഡ് സീസ്. ആൻഡ് ഫൈനൽ വൺ ഇസ് എസ്റ്റുറി. Estuary is an area at the mouth of the river where the river joins the sea or ocean. So ഒരു റിവർ, ഒരു ഫ്രഷ് വാട്ടർ ബോഡി ഓഷനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് എസ്റ്റുറി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് റിച്ച് ഇൻ ന്യൂട്രിയൻ്റ് ആണ്. എസ്റ്റുവറീസ് കൂടുതലും ന്യൂട്രിയൻസിൽ റിച്ച് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഫിഷ് ബ്രീഡിങ്ങിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയാണ് ഈ ഒരു എസ്റ്റുറി എന്ന് പറയുന്നത്. So that's all about that. ഇത്രയാണ് ടൈപ്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. സോ സെക്കൻഡ് മോഡ്യൂളിലൊരു ഫസ്റ്റ് മേജർ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ.
Then biodiversity, it refers to the variety and variability among living organisms and ecological complexes in which they occur. So living organisms ഇടയിൽ ഉണ്ടാകാവുന്ന വെറൈറ്റിയും വേരിയബിലിറ്റി along with the ecological complexes, അവർ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിലെ മാറ്റങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഉണ്ട്, മൾട്ടി സെല്ലുലർ ഓർഗാനിസംസും ഉണ്ട്. എന്താണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, it is that part of nature which includes the differences in genes among the individuals of a species, the variety and richness of all the plant and animal species at a different scale in space, locally, in a region, in the country and the world, the type of ecosystems both terrestrial and aquatic within a defined area. So biological diversity അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സ്പീഷീസിന് അകത്ത് വരുന്ന ഇൻഡിവിജ്വൽസിന് ഇടയിൽ വരുന്ന ആ ഇൻഡിവിജ്വൽസിൻ്റെ ജീൻസിൽ വരുന്ന ഡിഫറൻസസ്, അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസിൻ്റെ ഇടയിൽ വരുന്ന വെറൈറ്റി ആൻഡ് റിച്ച്നെസ്. സോ ഈ ഒരു വെറൈറ്റി ആൻഡ് റിച്ച്നെസ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഓരോ കൺട്രിയിൽ നിന്നും ഓരോ റീജിയനിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരിടത്ത് ഉള്ള പോലത്തെ ഒരു വെറൈറ്റി ആയിരിക്കും വേറൊരു സ്ഥലത്തുണ്ടാകുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് ആയിരിക്കും. ആൻഡ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് വിത്തിൻ എ ഡിഫറെൻ്റ് ഏരിയ, ഇതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. That major components of biodiversity, mainly 3 types ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ it relates to variety of habitat, biotic components and the ecological processes in the biosphere. So ഒരു സ്പീഷീസ് ജീവിക്കുന്ന അവരുടെ ഹാബിറ്ററ്റിലോ അല്ലെങ്കിൽ അവരുടെ ബയോട്ടിക് കമ്മ്യൂണിറ്റീസിലോ ഇക്കോളജിക്കൽ പ്രോസസ്സസ് എന്താ ബയോസ്ഫിയറിൽ വരുന്ന വെറൈറ്റിയാണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു ലേക്ക് ഇക്കോസിസ്റ്റം ഓഷൻ ഇക്കോസിസ്റ്റത്തെക്കാളും ഡിഫറെൻ്റ് ആണല്ലേ. സോ രണ്ട് ഇക്കോസിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാകും. ഒരു ലേക്കിൽ ഫ്രഷ് വാട്ടർ ആണെങ്കിൽ ഓഷനിൽ സോൾട്ടി വാട്ടർ ആയിരിക്കും. ലേക്കിലുള്ള പോലത്തെ ഒരു കണ്ടീഷനല്ല, അവിടുത്തെ ഒരു ലിവിങ് കണ്ടീഷൻ ആയിരിക്കില്ല ഓഷനിൽ വരുന്നത്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റമാണ്. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ എണ്ണത്തിനെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലോട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് എങ്ങനെയാണ് സ്പീഷീസിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ദെൻ ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്പീഷീസിലെ ജീനിലുണ്ടാകുന്ന ബേസിക്കായിട്ട് ജീനിലെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ലൈക്ക് അപ്പോൾ ഓരോ ബേർഡ്സിനും എല്ലാ ബേർഡ്സിനും ഒരേ കളറല്ല, ഒരേ സൈസല്ല അല്ലേ. അതുപോലെ തന്നെ എല്ലാ ആനിമൽസിനും ഒരേ സൈസും ഒരേ കളറും അവരുടെ ഒരു ബോൾഡ്നെസ്സും അഗ്രസീവ്നെസ്സും ഒന്നും ഒരുപോലെയല്ല. ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട് അല്ലേ. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഡിഫറൻസിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി, വിച്ച് ആർ ദ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഫൈനലി ജനറ്റിക് ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എല്ലാ ബയോളജിക്കൽ സ്പീഷീസിനും ഒരു ഇക്കണോമിക് വാല്യൂ ഉണ്ട്. ആൻഡ് ദീസ് വാല്യൂസ് ആർ അസസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് അൺയൂട്ടിലൈസ്ഡ് റിസോഴ്സ്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു അൺയൂട്ടിലൈസ്ഡ് റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിൻ്റെ ഇക്കണോമിക് വാല്യൂ കണക്കാക്കുന്നത്. 2, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന റിസോഴ്സസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിസിൽ. 3, ആ റിസോഴ്സിന് ഫ്യൂച്ചറിൽ എന്തുമാത്രം പ്രൈസ് കിട്ടാം. ഈ 3 ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ഓരോ സ്പീഷീസിൻ്റെയും ഇക്കണോമിക് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി മേ ബി എക്സ്പ്രെസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സെൻസ് സച്ച് ആസ് കൺസംപ്റ്റീവ് വാല്യൂ, പ്രൊഡക്റ്റീവ് വാല്യൂ, സോഷ്യൽ വാല്യൂ ആൻഡ് എത്തിക്കൽ വാല്യൂ, എസ്തറ്റിക് വാല്യൂ ആൻഡ് ഓപ്ഷൻ വാല്യൂ. സോ കൺസംപ്റ്റീവ് വാല്യൂ ആൻഡ് പ്രൊഡക്റ്റീവ് വാല്യൂ എന്താണെന്ന് നോക്കാം. കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെയാണ് കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫോറസ്റ്റിൽ നിന്നൊരു ടിപ്പർ എടുക്കുന്ന സമയത്ത് അത് ഫയർവുഡിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫയർവുഡിന് നമ്മൾ എന്തിനാണ് ഫയർവുഡ് യൂസ് ചെയ്യുന്നത്? കൺസംപ്ഷൻ പർപ്പസ് അല്ലേ, നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസസിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൺസംപ്റ്റീവ് യൂസ് വാല്യൂ ആണ് പറയുന്നത്. പക്ഷേ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിക്കിളിനെ മറ്റൊരു ആർട്ടിക്കിളിലോട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂനെയാണ്
പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് ഈ ടിമ്പറിനെ നമ്മൾ ഫയർവുഡായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ ഫർണിച്ചറാക്കി മാറ്റി. അപ്പോൾ ടിമ്പറിനെ ഫയർവുഡാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന വാല്യൂ, ഇക്കണോമിക് വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം വെൻ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഫർണിച്ചർ. ഫർണിച്ചറാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടിമ്പറിനെ ഫയർവുഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് നോൺ ആസ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ. നെക്സ്റ്റ് ഇസ് സോഷ്യൽ വാല്യൂ ആൻഡ് എത്തിക്കൽ വാല്യൂ. സോഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? നമ്മൾ ഈ സോഷ്യൽ വാല്യൂസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിൽ നോട്ട് ബി എ ഗുഡ് സിറ്റിസൺ. ദെൻ എത്തിക്കൽ വാല്യൂ. എത്തിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും മോറലായിട്ടുള്ള കുറച്ച് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാകും. സോ നമുക്ക് എൻവയോൺമെൻറ്റിനോടുള്ള അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയോടുള്ള ഒരു മോറൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനാണ്, അല്ലേ? ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അതിനെ കൺസേർവ് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷൻസിനും യൂസ് ചെയ്യുന്നൊക്കെ രീതിയിൽ നമ്മുടെ പ്രസൻറ്റ് യൂസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ വിൽ ബി ഗെയിങ് മോർ ഇക്കണോമിക് വാല്യൂ ഇൻ ദ ഫ്യൂച്ചർ. എത്തിക്കൽ, ദാറ്റ് ഈസ് എത്തിക്കൽ വാല്യൂ. ദെൻ എസ്തെറ്റിക് വാല്യൂ ആൻഡ് ഓപ്ഷൻ വാല്യൂ. എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുമ്പോൾ നേച്ചുറൽ സെറ്റിങ്സ് നേച്ചുറൽ സറൗണ്ടിങ്സിന് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ഹാപ്പിനെസ് തരുന്നുണ്ടല്ലേ. നമുക്ക് സ്ട്രെസ്സ്, ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നേച്ചറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിലീഫ് നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് എസ്തെറ്റിക് വാല്യൂ. ദെൻ ഓപ്ഷൻ വാല്യൂ മീൻസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ദാറ്റ് വി ഗെറ്റ് ഫ്രം ദിസ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ട്. സോ ആ സ്പീഷീസ് എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ന്യൂട്രീഷണൽ വാല്യൂവിനാണ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദ യൂട്ടിലിറ്റി ദാറ്റ് വി റിസീവ്. ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു ഈ ഒരു റിസോഴ്സിൽ നിന്ന് ഇത്ര യൂട്ടിലിറ്റി നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഓപ്ഷൻ വാല്യൂ. സോ ദീസ് ആർ ദ 6 types of value of biodiversity, which are the first one is consumptive value and productive value, second one is social value and ethical value, third one is aesthetic value and option value, and fourth one is aesthetic value and option value, third one. ഇത്രയുമാണ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി അറ്റ് ഗ്ലോബൽ, നാഷണൽ ആൻഡ് ലോക്കൽ ലെവൽ. സോ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് ഫോർ ദ എക്സിസ്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി is 10 million species. But if estimates for insects are correct, then it could be around 30 million species. So we have till now enlisted about 1.4 million species. സോ 30 മില്യൺ ഇൻസെക്ട്സിൻ്റെ സ്പീഷീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ 1.4 മില്യൺ സ്പീഷീസിനെ മാത്രമേ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യക്ക് 1,08,273 സ്പീഷീസ്, അതിൽ കൂടുതലും സ്പീഷീസ് എന്തിൻ്റെയൊക്കെ ബാക്ടീരിയ, ഫംജൈ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടെന്ന് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 84% സ്പീഷീസും ഫംജൈ ആണ്. സെക്കൻഡ് കാറ്റഗറി ഫ്ലവറിംഗ് പ്ലാന്റ്സും, തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസെക്റ്റാണ്. സോ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ ഒരു എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻസെക്ട്സ് ആയിരിക്കും ഏറ്റവും നിയർലി ഹാഫ് ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻസെക്ട്സ് ആയിരിക്കും, അല്ലേ? ഈ പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫംജൈ 21.2% ആണ്, എന്നാൽ ഇൻസെക്റ്റ് ആണെങ്കിലോ 49.3% ആണ്. These species occur on land, fresh and marine waters, or occur as symbionts in mutualistic parasitic state with other organisms. In the world as a whole, 16,04,000 species of Monera, Protesta, fungi and Plantae and Animalia have been described so far. പക്ഷേ ഇപ്പോൾ ഈ ഒരു നമ്പറിൽ, ഈ എസ്റ്റിമേഷനിൽ അറ്റ്ലീസ്റ്റ് 1,79,00,000 സ്പീഷീസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് as a working figure, 1,22,50,000 are considered to be near reality. പ്ലാന്റ് റിച്ച് കൺട്രീസിൻ്റെ എണ്ണത്തിൽ വേൾഡ് വൈഡ് ഇന്ത്യക്ക് 10th റാങ്കും ഏഷ്യൻ കൺട്രീസിൽ 4th റാങ്കും ദെൻ എൻഡമിക് സ്പീഷീസിൻ്റെ എണ്ണത്തിൽ ഇന്ത്യക്ക് 11th റാങ്കുമാണ് ഉള്ളത്. ദെൻ മാമൽസിൻ്റെ റിച്ച്നെസ് വെച്ച് നോക്കുമ്പോൾ ഓവറോൾ ഇന്ത്യക്ക് 10th റാങ്കും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വേൾഡിൽ ടോട്ടലായിട്ടുള്ള ഹോട്ട്സ്പോട്ട്സിൽ വേൾഡ് വൈഡ് 10 ഹോട്ട്സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ 4 ഹോട്ട്സ്പോട്ട്സും ഇന്ത്യയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഈസ്റ്റേൺ ഹിമാലയ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റേൺ ഗാട്ട്സ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്.
ഈ 4 ഏരിയാസാണ് 4 ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഇന്ത്യ. Then India as a Benga biodiversity nation. Then ഇന്ത്യയുടെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഷെയർ എന്ന് പറയുന്നത് about 8.6% of wild plant and animal species ആണ്. Estimates for number of microorganism species is not available. Then ഒരുപാട് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഈ ആനിമൽസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബട്ട് ഹാവിങ് undergone periods of rigorous selection, races are hardy, adaptable to heat and parasite stresses and can survive on poor roughage. Then a great variety also exists among our crops. So നമുക്ക് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഡൈവേഴ്സിറ്റി, ക്രോപ്സിൻ്റെ കാര്യത്തിലും ഡൈവേഴ്സിറ്റി ഉണ്ട്. കാരണം ഇന്ത്യൻ ഫാമേഴ്സ് over 30,000 വെറൈറ്റീസ് ഓഫ് റൈസ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പക്ഷേ ഇത്രയൊക്കെ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ടായിട്ട് പോലും സ്റ്റിൽ ദേ ആർ അണ്ടർ ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റൻഷൻ, primarily due to modification, degradation, loss of their habitats and caused by a variety of developmental projects like industries, urban housing complexes, rail, like that. So developmental activities ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് എക്സ്റ്റൻഷൻ്റെ ഒരു വെറിലാണ് ഉള്ളത്. Then next is hotspots of biodiversity. ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ത്രെറ്റൻഡ് ഏരിയാസാണ്. അതായത് പ്രിസർവേഷൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഈ ഏരിയസിലുള്ള ബയോഡൈവേഴ്സിറ്റി വളരെയധികം പ്രിസർവ് ചെയ്യേണ്ടതാണ്. ദെൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട്. ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ദെൻ 20 lakh square kilometer ഏരിയ ആണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഹോട്ട്സ്പോട്ടിനകത്ത് വരുന്ന മെയിൻ ഏരിയാസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ലാവോസ്, വിയറ്റ്നാം, കംബോഡിയയിൽ വരുന്ന എല്ലാ ഏരിയാസും, ഭൂട്ടാൻ, മ്യാൻമാർ, തായ്ലൻഡിലെ നിയർലി ഓൾ ഏരിയാസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സതേൺ ചൈന, ഫാർ ഈസ്റ്റ് ഇന്ത്യ, നേപ്പാൾ. ദെൻ ഓഫ് ഷോർ ഐലൻഡ്സ് such as Andaman and Nicobar Islands in Indian Ocean, Mainland Islands in South China Sea. So these are the main hotspots, main areas which are included in the Indo-Burma hotspot. Next is Western Ghats and Sri Lanka hotspot. Western Ghats and Sri Lanka എന്ന ഹോട്ട്സ്പോട്ട് 85% of the entire hotspot, that means entire hotspotൻ്റെ 85% ഏരിയയും കവർ ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ദെൻ entire hotspotൻ്റെ ഏരിയ ഏർലിയർ ഇറ്റ് വാസ് 1.825 lakh സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ 12,445 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ഷ്രങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഭാഗത്ത് സ്ലോപ്പിയാണ് വെസ്റ്റേൺ ഗട്ട്സ് മൗണ്ടെയിൻസ്, എന്നാൽ വെസ്റ്റേൺ ഭാഗത്തും ഈസ്റ്റേൺ ഭാഗത്തും സ്ലോപ്പിയാണ് വെസ്റ്റേൺ ഗട്ട് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ റെയിൻഫോളിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഈസ്റ്റേൺ സൈഡിലും വെസ്റ്റേൺ ഗട്ട് മൗണ്ടെയിൻസിൽ റെയിൻഫോൾ കുറവാണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ വളരെ ഹെവി റെയിൻഫോളാണ് ഉണ്ടാകുന്നത്. ദെൻ വെജിറ്റേഷൻ, ഡോമിനൻ്റ് ആയിട്ടുള്ള വെജിറ്റേഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡെസേർട്ടസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ദെൻ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, മൗണ്ടെയിൻ ഫോറസ്റ്റ്, സ്ക്രബ് ഫോറസ്റ്റ് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ആനിമൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടൈഗേഴ്സ്, എലിഫൻറ്റ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ലയൺ ടൈൽ മിക്കവാറും ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്കൻ ഹോട്ട്സ്പോട്ടിലെ ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ മെയിൻ ത്രെറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇസ് കോസസ് ഓഫ് ത്രെറ്റ്സ്. ഈ ഒരു ത്രെറ്റ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഒന്ന് ഹണ്ടിങ്, ബേർഡ്സ് ആനിമൽ സ്പീഷീസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നത്. ദെൻ പോപ്പുലേഷൻ ഇൻക്രീസ്, സിവിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിൽ വരുന്ന അഡ്വാൻസ്മെൻറ്റ്, ദെൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലുണ്ടായ ഇൻക്രീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ ഇൻക്രീസ്ഡ് ഹ്യൂമൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്ന എല്ലാ ബയോഡൈവേഴ്സിറ്റിയും ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഡിഫോറസ്റ്റേഷൻ, മൈനിങ് ആൻഡ് അതർ എക്സ്ട്രാക്ഷൻ ആക്ടിവിറ്റീസ്, എയർ ആൻഡ് സോയിൽ പൊല്യൂഷൻ. ദെൻ ഏതൊക്കെ തരത്തിലാണ് ബയോഡൈവേഴ്സിറ്റിക്ക് ത്രെറ്റ്സ് വരുന്നത്? ഒന്നാമത്
ഹാബിറ്ററ്റ് ഡിഗ്രേഡേഷൻ. ഹാബിറ്ററ്റ് ഡിഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ്. വെറസ് ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഹാബിറ്ററ്റ് ഏരിയ 2-3 ഫ്രഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഇതുണ്ടാകാനുള്ള ഈ ഒരു ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ദാറ്റ്. ദെൻ നെക്സ്റ്റ് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ജനറ്റിക് അസിമിലേഷൻ. ജനറ്റിക് അസിമിലേഷൻ മീൻസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലെങ്കിൽ റെയർ സ്പീഷീസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ത്രെറ്റ്സ്, അതിനെയാണ് ജനറ്റിക് അസിമിലേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ അതർ സ്പീഷീസിലുള്ള ആനിമൽസ് എക്സ്റ്റിൻറ്റ് ആയി പോകുന്ന സമയത്ത് അവർക്ക് വേറെ ആനിമൽസുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ബ്രീഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ക്രോസ് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജനറ്റിക്കലായിട്ട് വരുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഇല്ലാതായി പോകും. ഓക്കെ. ദെൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ മെയിൻ കാരണമാണ്. Then habitat loss, poaching, man-wildlife conflicts. So these are the main forms of threats to biodiversity. Then next വരുന്നത് habitat loss. Habitat loss എന്ന് പറഞ്ഞാൽ extinction of species extinct ആകുന്ന ഒരു കണ്ടീഷനെയാണ് habitat loss എന്ന് പറയുന്നത്. മെയിൻ കോസസ് എന്ന് പറയുന്നത് population explosion ആണ്. Then human settlements, industrialization, mining, agriculture, human activities, logging, fishing, ഇതൊക്കെയാണ് കാരണങ്ങൾ. Then poaching of wildlife. പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ അനിമൽസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ആനിമൽസിനെയൊക്കെ പല എക്കണോമിക് നീഡ്സ്, നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കില്ല് ചെയ്യുന്നു. അതിനെയാണ് പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാറ്റിലിനെയൊക്കെ കൺസംഷന് വേണ്ടിയിട്ട് കില്ല് ചെയ്യുന്നുണ്ട്. ദെൻ എലിഫൻസിൻ്റെയൊക്കെ അവരുടെ ഹസ്കിന് വേണ്ടിയിട്ടൊക്കെ അവർ കില്ല് ചെയ്യുന്നുണ്ട്. ദെൻ എലിഫൻസിനെയൊക്കെ അതിൻ്റെ ഐവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കില്ല് ചെയ്യുന്നുണ്ട്. ദെൻ ടൈഗേഴ്സിനും ലയൺസിനെ അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നശിപ്പിക്കുന്നത്. ദെൻ അടുത്ത് വരുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ the management of human use of the biosphere so that it may yield the greatest sustainable benefit to present generation while maintaining its potential to meet the needs and aspirations of future generations. So conservation എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയറിനെ ഹ്യൂമൻ യൂസ് ചെയ്യുന്നത് മാനേജ് ചെയ്യുക such a way that present generationസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ along with the future generationസിൻ്റെ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസിനെ ഫുൾഫിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Then it has 3 objectives. First one is that essential ആയിട്ടുള്ള ഇക്കോളജിക്കൽ പ്രോസസ്സും ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസും മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസിനെ പ്രിസർവ് ചെയ്യുക. റേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫൗണ്ട് ഇൻ ഓർഗാനിസംസ് ഓൺ ദ പ്ലാനറ്റിനെ. ദാറ്റ് മീൻസ് ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ പ്ലാനറ്റിന്, അതിനെ പ്രിസർവ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് ഇക്കോസിസ്റ്റംസ്. സ്പീഷീസിൻ്റെ ഇക്കോസിസ്റ്റത്തിനെ സസ്റ്റൈനബിളി യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മുടെ പ്രസൻറ്റ് യൂസിന് ഉപയോഗിക്കുമ്പോൾ സസ്റ്റൈനബിളി യൂസ് ചെയ്യുക. സോ ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻസിനും അവരുടെ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള റിസോഴ്സസ് അവർത്തിലുണ്ടാവണം. ദെൻ മെയിൻലി 2 അപ്രോച്ചസ് are there for വൈൽഡ് ലൈഫ് കൺസർവേഷൻ. വൈൽഡ് ലൈഫ് കൺസർവേഷന് 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് വരുന്നത്, ഇൻസൈറ്റു ആൻഡ് എക്സൈറ്റു. ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു നേച്ചുറൽ ഇക്കോസിസ്റ്റം, ഒരു സ്പീഷീസ് അവ നിൽക്കുന്ന ആ നേച്ചുറൽ ഇക്കോസിസ്റ്റത്തിൽ വെച്ച് തന്നെ അവരെ കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫൗണയ്ക്ക് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് ഈ ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്. സം ടൈപ്സ് ഓഫ് ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത് നാഷണൽ പാർക്കിൽ മെയിനായിട്ടും ഈ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. അവിടെ ഫോറസ്ട്രി, ഗ്രേസിങ്, കൾട്ടിവേഷൻ അതൊന്നും അലൗ ചെയ്തിട്ടില്ല. പ്രൈവറ്റ് ഓണർഷിപ്പ് അങ്ങനെ ഒരു ഏരിയയിലും വരുന്നില്ല. ദെൻ ഹാബിറ്റഡ് മാനിപ്പുലേഷനും നാഷണൽ പാർക്കിൽ അലൗഡ് അല്ല. നെക്സ്റ്റ് ഇസ് എ സാങ്ച്വറി ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി റിസർവ്ഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ആനിമൽസ്. വൈൽഡ് ലൈഫ് കൺസർവേഷന് മാത്രമായിട്ടാണ് സാങ്ച്വറീസ് റിസർവ് ചെയ്തിരിക്കുന്നത്. ടൂറിസം പെർമിസിബിൾ അല്ല, പക്ഷേ ഒരു ടു എ ലോങ് എക്സ്റ്റെൻറ്റ് ടിമ്പർ കട്ടിങ് ദെൻ കളക്ഷൻ ഓഫ് മൈനർ ഫോറസ്റ്റ് ഒക്കെ ഒരു പരിധി വരെ അലൗഡാണ്. ദെൻ ബയോസ്ഫിയർ റിസർവ്സ്. And these are a special category of protected areas of land
coastal environment, wherein people are an integrated component of the system. So ബയോസ്ഫിയർ റിസർവ്സ് മെയിൻലി ഒരു കൺട്രിയുടെ ഇക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഇക്കോസിസ്റ്റത്തിൽ നിന്നുള്ള സ്പീഷീസിനെ. സോ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ലാൻഡ് wherein people are an integral component of the system, and this is set up in the country to protect the ecosystem and to serve as laboratories for evolving alternative methods of development. So മെയിൻ ആയിട്ടും ഇക്കോസിസ്റ്റം, ഒരു കൺട്രിയുടെ ഇക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. The next one is, then final one is egg situ conservation. It means conservation of species, particularly of endangered species, away from their natural habitat. So human supervisionൽ endangered ആയിട്ടുള്ള സ്പീഷീസിനെ കൺസർവ് ചെയ്യുന്നതിനെയാണ് എഗ് സൈറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് മോഡ്യൂളിൽ 2 മെയിൻ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. ഇനി ഒരു സ്മോൾ പോർഷനും കൂടെ വരുന്നുള്ളൂ, നേച്ചറൽ റിസോഴ്സസ്. അതും കൂടെ ആകുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. സോ ബാക്കി മോഡ്യൂൾസ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. സോ ആരെങ്കിലും ചാനലിലെ വീഡിയോസ് പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള മോഡ്യൂൾസിൽ നിന്നുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.